Hello everyone and welcome back to our channel. So it's vacation time. So we started bright and early at Hamilton International Airport and we are flying all the way west to Alberta where we'll be hitting Calgary and Banff. Our flight to Calgary on time. നമ്മുടെ ഫ്ലൈറ്റ് മോർണിംഗ് 6 o'clock-നായിരുന്നു. അപ്പോൾ ഒരു 4 ആയപ്പം തന്നെ ചെക്കിനൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എൻ്റെ ID കാർഡിലെ ലാസ്റ്റ് നെയിമും ഫസ്റ്റ് നെയിമും ഇഷ്യൂസ് കാരണം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വരഞ്ഞു. അങ്ങനെ അവസാനം പിന്നെ ഗേറ്റിൻ്റെ അങ്ങോട്ട് ബോർഡ് ചെയ്യാനായിട്ട് പോയി. കിടക്കുന്നു നമ്മുടെ ഫ്ലൈറ്റ് വെസ്റ്റ്ജെറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് എയർ ബ്രിഡ്ജ് ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഫ്ലൈറ്റിലോട്ട് നടന്ന് കയറുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് മൊത്തത്തിലൊന്ന് കാണാൻ പറ്റി. ഹാമിൽട്ടൺ ടു കാൽഗറി മൊത്തത്തിലുള്ള ഫ്ലൈയിങ് ടൈം 4 hours ആയിരുന്നു. പിന്നെ ഈ ചേനെ ശല്യപ്പെടുത്തലാണോ എൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ നമ്മൾ കാൽഗറി എയർപോർട്ടിലെത്തി. അത് ഇൻ്റർനാഷണൽ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബിഗ് ആയിരുന്നു. ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരുന്നത് ഒരു പേഴ്സണൽ ലഗേജ് ബാഗ് മാത്രമായിരുന്നു. സോ നമ്മളൊരു എക്സ്ട്രാ 23 ലഗേജ് ബാഗ് കൂടി ആഡ് ചെയ്തു. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയിട്ട് കുറേ നടന്നിട്ടും ബാഗേജ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ അങ്ങ് നടന്നു. അവസാനം എവിടെ നിന്നൊക്കെയോ കിട്ടി. ഇത്രയും എളുപ്പത്തിലൊരു ലഗേജ് എടുക്കുന്നത് ആദ്യമായിട്ടാണ്. അത് ആ മുഖത്ത് കാണാനും ഉണ്ട്. അങ്ങനെ നമ്മൾ കാൽഗറി എയർപോർട്ടിൽ വന്നു. ഒട്ടും താല്പര്യമില്ലെന്ന് തോന്നുന്നു കുട്ടിക്ക്. നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ റെൻ്റൽ കാർസ് എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവരുടെ ഷട്ടിൽ സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ പിക്കപ്പ് ചെയ്ത് നേരെ അവരുടെ ഓഫീസിലാണ് നമ്മൾ എത്തിയത്. നമ്മൾ റൂട്ട്സ് റെൻറ്റിൽ നിന്ന് ഒരു നിസാൻ റോഗ് റെൻറ്റിനെടുത്തു. സ്റ്റീഫൻ അവന്യൂ വാക്ക് എന്ന് പറഞ്ഞ ഡൗൺ ടൗണിലുള്ള ഒരു ഏരിയ ആണ്. എന്തോ സ്കെലിറ്റിനൊക്കെ പോലെ കാണുന്നു. എന്താണാവോ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ആവൊന്നും അറിയത്തില്ല. ഇതേതായി ടൂറിസ്റ്റ്? എൻ്റെ പൊന്നെ നല്ല ഒടുക്കത്തെ തണുപ്പാണെന്ന് തോന്നുന്നു. കാൽഗറിയുടെ ഡൗൺ ടൗൺ തെരുവുകളിലൂടെ നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഹലോ, everybody, Barbarella. Calgary Town. എന്നെ കൂട്ടാത്ത റോഡ് ക്രോസ് ചെയ്തങ്ങ് പോവുക. കാൽഗറി ടവർ നമ്മൾ അങ്ങോട്ടുള്ള ലക്ഷ്യം വെച്ചുള്ള യാത്രയാണ്. കുതിരേ ഇരുമ്പ് കുതിരേ. വിശന്ന് പട്ടിണിയായ തോലായതാ. കാൽഗറി ടവർ കണ്ടോ, മേരിയറ്റ് ഹോട്ടൽ കണ്ടോ. അതുകൊണ്ട് അവിടെ നമ്മൾ നടന്ന് കാൽഗറി ടവറിൻ്റെ എൻട്രൻസിലെത്തി. പിന്നെ 2 ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്തു, വിച്ച് വാസ് വർത്ത് അറൗണ്ട് $30 ഈച്ച്. ആദ്യം എനിക്ക് അത്യാവശ്യം നല്ല പേടിയുണ്ടായിരുന്നു. ദൈവമേ, ഇതുവെല്ലാം പൊട്ടി താഴെ വീഴുവോ, ഇതിന് എന്നെ നിർത്താനുള്ള ശക്തി ഉണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം നിന്ന് അതങ്ങ് മാറി എന്തായാലും. പക്ഷെ നല്ല അടിപൊളി വ്യൂ ആണ്. മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല ഹൈറ്റിലാണ് ഇതുള്ളത്. ടവറിൻ്റെ ഒരു കോർണറിലായിട്ട്
ഈ ടവറിൻ്റെ ഹിസ്റ്ററിയും അതെങ്ങനെയാണ് ബിൽഡ് ചെയ്ത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു 5 മിനിറ്റ് ലോങ് ആയിട്ടുള്ള ഒരു ഫിലിമായിട്ട് അവിടെ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അത് കണ്ടാൽ എല്ലാം മനസ്സിലാവും. നല്ല കിടിലൻ വ്യൂ ആണ് ഇവിടെ നിന്നിട്ട്. ഇവിടെ ഇതിൻ്റെ ഹിസ്റ്ററിയും എത്ര ഫീറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഓ, taller and taller, a growing skyline. ഞാൻ തന്നെ വല്ല ഇവിടെ വല്ലതും കാണുമായിരിക്കും. ഇവിടെ ഇരുന്നും കിടന്നും ഒക്കെ ഫോട്ടോ എടുക്കുവാണെന്ന് തോന്നുന്നു. ഹലോ, സെലിബ്രിറ്റിയാണ്. ആരാ? എന്ത് ചെയ്യാനാ, ഞാനിനി ഹിസ്റ്ററി ഒക്കെ വായിച്ച് പഠിക്കുകയായിരുന്നു. ഈ കാൽഗറി ടവറില്ലേ, ലെസ് ദാൻ ആൻ ഇയറിലാണ് ബിൽഡ് ചെയ്തത്. 4000 വർക്കേഴ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹസ്കി ടവർ റീനെയിം ചെയ്തിട്ട് കാൽഗറി ടവറാണ്. അത് കഴിഞ്ഞ് ഈ കാൽഗറിയിലുള്ള ആൾക്കാരെല്ലാം അവിടെ എത്താൻ വേണ്ടിയിട്ട് അവരത് കുറച്ചും കൂടി റിനോവേറ്റ് ചെയ്തു. $2.4 മില്യൺ. അങ്ങനെ ഇപ്പം കാൽഗറി ടവേഴ്സിന് 55 ഇയേഴ്സായി. വലിയ റഷൊന്നും ഇല്ലായിരുന്നത് കൊണ്ടും കുറേ നേരം അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റി. കുറച്ച് കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മേലിൽ കിടന്ന് ചാടി തുള്ളുന്നു. എനിക്കത് കണ്ടപ്പം പേടിയാവുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മേലെ ഒരു ജസ്റ്റ് ഒരു കഫേ പോലെ ഉണ്ട്, ഒരു സ്കൈലൈൻ ടവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കഫേ പോലെ, ജസ്റ്റ് ഒരു വ്യൂ കാണാൻ വേണ്ടി മാത്രം. എലിവേറ്റർ ഇറങ്ങി താഴെ വരുമ്പോഴത്തേക്ക് അവിടെ കുറേ സോവനിയേഴ്സും ഫ്രിഡ്ജ് മാഗ്നറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം പിക്ക് ചെയ്തു. കാൽഗറി ടവറിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു ഐഡിയയും ഇല്ലാതെ നടക്കുന്നവർക്ക് കുറച്ച് ഐഡിയ തരാനായിട്ട് ഇവർ അവിടെ എക്സ്പ്ലോർ പോയിന്റ്സ് വെച്ചിട്ടുണ്ട്. ഡിഡ് യു എക്സ്പ്ലോർ എനിത്തിങ്? നമ്മുടെ നാട്ടിലെ നിലവിളക്കൊക്കെ പോലെ ഒരു സാധനം, കനേഡിയൻ നിലവിളക്ക്. കണ്ണോട് കാതൽ എന്താൽ കണ്ണീരും. ഇതാണ് ബോ സ്കൈ സ്ക്രേപ്പർ. അവിടെ ഒരാളെ തലയിരിക്കുന്നുണ്ടോ? ഇത് ഇവിടെ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം ട്രെയിനാണ്, റോഡിൽ കൂടെ ഓടുന്ന ട്രെയിൻ. റാം റമ്മ 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 റം. വീണ്ടും വീണ്ടും ട്രെയിൻ. ഓ, ഇതൊക്കെ സിഗ്നലിൽ നിർത്തുവല്ലേ? ഞാൻ വിചാരിച്ചു ചുമ്മാ ഇങ്ങനെ ഓടുമായിരിക്കും. ഇതാണ് ഞാൻ ഇച്ചിരി മുന്നേ പറഞ്ഞ സ്കൈ സ്ക്രേപ്പർ. രാത്രിയാവുമ്പം ഇതിൻ്റെ അകത്ത് ലൈറ്റൊക്കെ വരുമെന്ന് തോന്നുന്നു. പകല് ഇങ്ങനെയാണ്. ഓ എൻ്റെ അമ്മേ, ഇതെവിടെയാ തീരുന്നേ? എല്ലാം ഭയങ്കര ടോൾ 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 ബിൽഡിങ്സ് ആണ്. കോക്കാച്ചി വേണം ആർക്കെങ്കിലും? കോക്കാച്ചി ഉണ്ട് ഇവിടെ, ഷൂഷി ഉണ്ട്, ഷൂഷി. പിന്നെ ഇതാണോ ചൈന ടൗൺ? അല്ലല്ലോ, അപ്പുറത്ത്. ഞാൻ കണ്ടു, ഡ്രാഗൺ സിറ്റി നൈറ്റ് മാർക്കറ്റ്. കയറണോ? കോക്കാച്ചി വേണോ? ഇതാ കോക്കാച്ചി, $100. ഗൈസ്, ഡോങ് ഡാങ് ഡൂങ്. ഗൈസ്, നമ്മൾ പെട്ടെന്ന് ചൈനയിലോട്ട് എത്തിയിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ചൈനീസ് മയം. ഇവിടെയുള്ള ഒരു സൂഷി മാത്രമാണ് കഴിക്കുന്നതെന്ന് തോന്നുന്നു. അവിടെ എന്തോ ഒരു സാധനം കണ്ടു 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 കണ്ടു. മാൻഡ്രിന്റെ ഒരു പ്രതീതി ഇവിടെ. ലാ ലാ.
മത്സ്യം കണ്ടിട്ടില്ല. ഇവിടുത്തെ ഉറിയാണിത്. ഇത് നമ്മൾ ഇങ്ങനെ ചെറിയിട്ട് ഇങ്ങനെ അടിക്കണം. പിന്നെ ഇതെല്ലാം ഇവിടുത്തെ ഫ്രൂട്ട്സ് ആണ്. ആദാമും ഹവ്വയും കഴിച്ചത് ഓർമ്മയുണ്ടോ? അതുപോലെ ഒരെണ്ണം തരട്ടെ ഞാൻ. എന്നിട്ട് ചത്ത് കിടക്കാൻ ആഗ്രഹം. ഇവിടെ വളരെ മനോഹരമായി എന്താണെന്ന് പോലും മനസ്സിലാവാത്ത കുറെ ചിത്രം വരകൾ. അപ്പൊ ഇതാണ് ബോ റിവർ എന്നാണോ ഞാൻ പറയുന്നത്? ബോ എവിടെ? എനിക്ക് ആ റെഡ് കളറുള്ള സാധനം വേണം. അതെവിടെയാന്ന് നോക്കൂ. ഇനി എത്ര ദൂരം കൂടിയുണ്ട്? 16 മിനിറ്റോ? കൊറേ നടന്ന് തത്തോടകതാം ദം 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 ദം. എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്. പേര് പറയൂ. പേരില്ല. അസിസ്റ്റന്റിന് എന്നോട് ഒരു ബഹുമാനവുമില്ല. ഏതോ ഒരു ഉടായി ബ്രിഡ്ജ് കാണിച്ചതിനോട് പറഞ്ഞ് നീ ഇതുകൊണ്ട് തൃപ്തിപ്പെടണം ഗൈസ്. നമ്മള് നോക്കി വന്നത് പീസ് ബ്രിഡ്ജ് ഓവർ ബോ റിവർ. പക്ഷെ ഇത് വേറെ എന്ത് സാധനമാണ്. പോരാ. ഇവിടുത്തെ വെള്ളമല്ല അവിടെ പോയി ഫ്രോസൺ ആയി പോയോ? അല്ല, മരുഭൂമി ആയിപ്പോയി. അടുത്തതും ഒരു കുഞ്ഞു ബ്രിഡ്ജ് പോലെ ക്ഷീണിച്ചോ കൂട്ടാ? എന്തോ ഇതിന്റെ പേര് ജയ്പൂർ ബ്രിഡ്ജ് എന്നായി പോകും. ചൈന കഴിഞ്ഞപ്പോ അടുത്ത് ജയ്പൂർ ആയിട്ടുണ്ട്. നല്ല പച്ചപ്പും പരിതാപവും മഞ്ഞപ്പും ചുവപ്പും ഉള്ള സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇച്ചാ നമ്മൾ എത്തുവോ? അങ്ങനെ ഫൈനലി ഞാൻ വിചാരിച്ച ഇത്ര നേരം റീച്ചാൻ എന്നെ പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു. പക്ഷെ അല്ല, പീസ് ബ്രിഡ്ജ് ഓവർ ബോ റിവർ നമ്മൾ കണ്ടിരിക്കുകയാണ്. ഫോട്ടോയിൽ കുറച്ചും കൂടി കളറൊക്കെ ഉണ്ടായിരുന്നു. സാരമില്ല. ഇത്രയും നടന്നു വന്നിട്ട് എങ്ങനെയുണ്ട്? അതിനു വേണ്ടിയുള്ളതുണ്ടോ? രാത്രിയായിരുന്നെങ്കിൽ കുറച്ചും കൂടി. ഒരു അങ്കിള് നമുക്ക് വേണ്ടി പാട്ട് പാടുന്നുണ്ട്. സൺകിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പുറയിൽ ഒരാൾ പമ്മി വരുന്നുണ്ട്. ഇതെന്താ? ബ്യൂട്ടിഫുൾ കളേഴ്സ്. കണ്ടോ ചട്ടി കണ്ടോ? ചട്ടി കണ്ടോ? ഇത് ഹോട്ടലാണ് ഗായ്സ്. എന്തോരം അപ്പാർട്ട്മെന്റും എന്തോരം റൂംസാ. ഇതിനു വേണ്ടി ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ടോ? പിന്നെ ഗായ്സ്, നിങ്ങൾക്ക് റോജേഴ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവരെ വിളിക്കുക. ഒരു പടുകൂറ്റൻ ബിൽഡിംഗ് ആണ് ഇവിടെ ഉള്ളത്. അവര് പരിഹരിച്ചു തരുന്നതായിരിക്കും. അല്ലേ അച്ചിച്ച നോ സേ. അങ്ങനെ ഞങ്ങൾ നടന്ന് അവിടെ ഒരു മോൾ ഉണ്ടായിരുന്നു. അവിടെ ഒരു ഡെവോണിയൻ ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡോർ ഗാർഡൻ ഉണ്ടായിരുന്നു. മോർ ദാൻ 500 വെറൈറ്റീസ് ഓഫ് ട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. നല്ല കുറച്ച് നേരം റിലാക്സിങ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി നടന്നു. ഇത് നമ്മുടെ വാഴയാണ്. വാഴ
പിന്നെ വുഡിൽ കാർവ് ചെയ്ത കുറച്ച് ഭീകരജീവികളുടെ മുഖമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഭീകരജീവിയും കണ്ടില്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ചായ കാറ് റെന്റിനെടുത്തിട്ട് ഞങ്ങൾ ഈ നാട് നീളം മൊത്തം നടക്കുകയാണ്. ഒരു കണക്കിന് നല്ലതാ അല്ലേ? 10 കിലോമീറ്ററോളം ഇന്ന് നടന്നിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ, അതനുസരിച്ച് നമുക്ക് ഫുഡ് കഴിക്കാമല്ലോ. അപ്പൊ ഓക്കെ ഗായ്സ്, ഫൈനലി നമ്മൾ റൂമിലെത്തി. ലാ ലാ ലാ, യു ആർ മൈ ഡാർലിംഗ്. കുറച്ചധികം നടന്നതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ഫസ്റ്റ് ഡേ ഇൻ കാൽഗറി. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോസ്. ബൈ.